So today's week 20 live session. നമ്മൾ almost 140 days complete ചെയ്ത് നിൽക്കുകയാണ്. And today's concept or today's theme is advanced communication strategies and future language goals. ഇവിടെ കുറച്ച് പേര് പുതിയത് വന്നവരോട് പറയാണ് നമ്മളുടെ ഒരു ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ ഡെയിലി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ സ്വയം പഠിക്കാം എന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ബേസിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെൻസസ് കവർ ചെയ്തു, പിന്നെ അതുപോലെ മോഡൽ വേർബ്സ്, ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർബ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺജങ്ഷൻസും വ്യത്യസ്ത തരത്തിലുള്ള വേർഡ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഈ ഇടയിൽ ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്തവർ ഫസ്റ്റ് സെഷൻസ് ഒക്കെ സമയം കിട്ടുന്നത് പോലെ നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിച്ചിട്ട് അതിന്റെ ലിങ്ക് തരും, അത് നിങ്ങൾ കേൾക്കുക, കാണുക. ഓക്കെ, എല്ലാ സെഷനിലും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇതെന്നും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. സ്ഥിരം കേൾക്കുന്നവർക്ക് ബോർ അടിക്കുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. സോ പുതിയ ആൾക്കാരൊന്ന് മെന്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ആർ ടുഡേസ് സെഷൻ. ഓക്കെ, ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം. നമ്മളൊരു ബേസിക് ഓക്കെ, അബ്രോഡ് ഉള്ളവരുണ്ടാവും, ടൈമിംഗ് പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് റെഡിയാക്കുക. ഓക്കെ, അജണ്ട ഫസ്റ്റ് ഇസ് എൻഹാൻസിങ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കഴിഞ്ഞു, അഡ്വാൻസ്ഡിലേക്ക് എത്തി. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയിരുന്ന എന്തായിരുന്നു, എങ്ങനെയെങ്കിലൊക്കെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലൊക്കെ അതിലൊരു വേർബും സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് നമ്മൾ എന്തായി, ഇതൊക്കെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോ ഹാപ്പിനെസ്, ജോയ്, സെയിം നമ്മൾക്ക് എന്താണ് സിനോണിംസ് ആണ്, പക്ഷെ അതിന്റെ ഡിഗ്രി വ്യത്യാസമുണ്ട്. ഐ എം വെരി ജോയ്ഫുൾ ടുഡേ എന്ന് പറയുന്നതും ഐ എം ഹാപ്പി എന്ന് പറയുന്നതും ഇത്തിരി ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള കുറച്ചും കൂടെ മൈക്രോ ആയിട്ട് നമ്മൾ നോക്കും. ദെൻ ഡൈനാമിക് പബ്ലിക് സ്പീക്കിംഗ്, 1-to-1 കൺവെർസേഷൻ അല്ലാതെ 1-to-many എന്ന ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇന്ററാക്റ്റീവ് സെഷനിൽ നമ്മൾ കുറച്ച് കോംപ്ലെക്സ് കൺവെർസേഷൻസും ഡിബേറ്റ്സും പ്രാക്ടീസ് ചെയ്യും. ദെൻ ഫ്യൂച്ചർ ലാംഗ്വേജ് ഗോൾസ്, അതായത് ഈ ഒരു EEP 365 ഡേയ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടേതായ രീതിയിൽ ലേണിംഗ് എങ്ങനെ കൊണ്ടുപോവാം എന്ന് നമ്മൾ നോക്കും. ആൻഡ് ഫൈനലി ടുഡേ വിൽ ഹാവ് എ ഫീഡ്ബാക്ക് സെഷൻ. ഓക്കെ, അപ്പോ കുറച്ച് പേര് അതിന് പ്രിപ്പയർ ചെയ്ത് നിന്നു. അതായത് ഐ വോണ്ട് ടു ഹിയർ എ feedback from you. What are the advantages of EEP? Is there any things we have to improve? Any suggestions? Any good moments you had? Any good memories you had? Your favorite task? Okay, അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട്. So to begin with, importance of nuanced communication in advanced English proficiency. Nuance എന്ന വേർഡ് നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. What is nuance? Nuance എന്ന വേർഡ് മീനിങ് എന്താണ് നമ്മൾ ഇതിനു മുമ്പും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ നുവാൻസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന്? ഇല്ല. ഓക്കെ, ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസുകൾ ഇല്ലേ? യെസ്, എക്സാക്ട്ലി സ്വപ്ന, ചെറിയ ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഐ എം വെരി ജോയ്ഫുൾ ടുഡേ, ഐ എം എക്സൈറ്റഡ് ടുഡേ, ഐ എം ഹാപ്പി ടുഡേ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ വേർഡ്സ് ഒക്കെ സിനോണിംസ് ആണ്, സെയിം മീനിങ്. നമ്മൾ അവർ അങ്ങനെ എടുക്കും. നുവാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ട് ഡിഫറൻസ്. ഇപ്പോ ഈ ഒരു സ്ലൈഡിന്റെ സൈഡില് ബ്ലൂ കളേഴ്സ് കാണുന്നില്ലേ? അതിലൊന്ന് സിയാൻ ആണ്, ഒന്ന് ലൈറ്റ് ബ്ലൂ ആണ്, ഒന്ന് സ്കൈ ബ്ലൂ ആണ്, ഒന്ന് നേവി ബ്ലൂ ആണ്, ഒന്ന് ഡാർക്ക് ബ്ലൂ ആണ്. കണ്ടോ? പക്ഷെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ദാറ്റ്സ് ബ്ലൂ. പക്ഷെ എന്താണ്, നുവാൻസസ് ഉണ്ട് അല്ലെ? ഒന്ന് സിയാൻ ആണ്, ഒന്ന് ലൈറ്റ് ബ്ലൂ ആണ്, ഡാർക്ക് ബ്ലൂ ആണ്, സ്കൈ ബ്ലൂ ആണ്, നേവി ബ്ലൂ ഉണ്ട് ഇല്ലേ? സോ ദാറ്റ് ഇസ് നുവാൻസസ്. Nuances refer to അല്ലെങ്കിൽ nuance refer to subtle. Subtle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SUBTLE, B എന്ന ലെറ്റർ സൈലന്റ് ആണ് കേട്ടോ. സബ്റ്റിൽ എന്ന് നമ്മൾ പറയില്ല, സട്ടിൽ. ഓക്കെ, സട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ സട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട്. ഡിസ്റ്റിങ്ഷൻ ഓർ വാരിയേഷൻ, അത് സിനോണിംസ് ആണ്. ഞാൻ എപ്പോഴും സെന്റൻസുകൾ, നിങ്ങളൊരു ബിസിനസ് ഒരു ഒഫീഷ്യൽ റൈറ്റിംഗ് എഴുതുമ്പോൾ ഇത്രയും ലോങ് ആയിട്ട് സെന്റൻസ് ഒരിക്കലും എഴുതരുത്. ഞാൻ ഇവിടെ ഇങ്ങനെ മിക്ക വേർഡ്സിനും ഓറിട്ട് എഴുതുന്നത് നിങ്ങൾക്ക് സിനോണിംസ് കിട്ടാനാണ്. ഡിഫറൻസസ്, ഡിസ്റ്റിങ്ഷൻ, വാരിയേഷൻ, ഇതെല്ലാം സിനോണിംസ് ആണ്. നിങ്ങൾക്ക് സ്വന്തമായി വൊക്കാബുലറി ബുക്ക് കീപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കീപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഡിസ്റ്റിങ്ഷൻ, ഡിഫറൻസ്, വാരിയേഷൻ, വെറൈറ്റി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തത എന്നാണ് കേട്ടോ. അതിന്റെ എല്ലാം മീനിങ് ഇതൊക്കെ സിനോണിംസ് ആണ്. സട്ടിൽ ക്വാളിറ്റി ഓർ sensibility to, awareness of, or ability to express
ഡെലിക്കേറ്റ് ഷെയ്ഡിങ്. ഷെയ്ഡിങ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെലിക്കേറ്റ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള. സോ സട്ടിൽ, ഡെലിക്കേറ്റ്, വീണ്ടും നമുക്ക് സിനോണിംസ് കിട്ടി. സട്ടിൽ എന്ന് പറഞ്ഞാലും മൈന്യൂട്ട് ആണ്, ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാലും മൈന്യൂട്ട് ആണ്. ഓക്കെ, ഷെയ്ഡിങ്സ് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ഷെയ്ഡിങ്സ്, ചെറിയ വ്യത്യാസങ്ങൾ. സോ നുവാൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾക്ക് നമ്മൾ പറയുന്നതാണ്. സോ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷന് ഒരു നുവാൻസസ്, നമ്മൾ വളരെ നുവാൻസസ് കൺസിഡർ ചെയ്ത് വളരെ എക്സാക്ട് ആയിട്ട്, ഇപ്പോ ഞാൻ പുതിയൊരു ഡ്രസ്സ് മേടിച്ചു, ഞാൻ അത് ഏതാ കളർ എന്ന് ചോദിക്കുമ്പോ അത് ഗ്രീൻ ആണ് എന്ന് പറയുന്നതും അതേസമയം ഇറ്റ്സ് മിലിറ്ററി ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്? ഐ ആം അഡ്രസ്സിംഗ് ദ നുവാൻസ്. ഞാനപ്പോ എക്സാക്ട് ആയിട്ട് സംസാരിക്കണം, പിൻ പോയിന്റ്. പലപ്പോഴും ചില പ്രൊഫഷൻസിൽ കളർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡോക്ടർ വന്നിട്ട് എന്താണ് ഇപ്പൊ ജോണ്ടിസ് ഉള്ള ഒരാളോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ കളർ ഓഫ് യുവർ യൂറിൻ? യെല്ലോ. നമ്മളുടെ അധികം ആൾക്കാരുടെയും യെല്ലോ ആണ്, ബട്ട് ഇസ് ഇറ്റ് ഓറഞ്ചിഷ് യെല്ലോ ഓർ ഡാർക്ക് യെല്ലോ? സോ അവിടെയൊക്കെയാണ് ഈ നുവാൻസസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, പലപ്പോഴും ഡോക്ടർ അടുത്ത് പോകുമ്പോൾ ഹൗ പെയിൻഫുൾ ഇറ്റ് ഇസ് വെരി പെയിൻഫുൾ ഓർ സ്ലൈറ്റ്ലി പെയിൻഫുൾ ഓർ മോഡറേറ്റ്ലി പെയിൻഫുൾ. ഇത് ഭയങ്കര വേദനയുണ്ടോ, മാനേജബിൾ ആണോ, അതോ സഹിക്കാൻ വയ്യാത്തതുണ്ടോ? സോ ഇതിനൊക്കെയാണ് നമ്മൾ ഈ നുവാൻസസ് പഠിക്കണം എന്ന് പറയുന്നത്, ചെറിയ ഡിഫറൻസുകൾ പഠിക്കണം. So coming to the second point, there are many nuanced words that have a similar meaning to plain or common terms, but leave a different impression. അതായത് ഹാപ്പിനെസ്, ജോയ്, എക്സൈറ്റഡ്, ഞാൻ അത് തന്നെ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന വേർഡ് ആയതുകൊണ്ടാണ് കേട്ടോ അതിന്റെ എക്സാമ്പിൾ പറയുന്നത്. എന്താണ് ഇത് മൂന്നും നമ്മൾ കോമൺ ടേംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ, പക്ഷെ ഇതിന് മൂന്നിനും ആക്ച്വലി സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഹാപ്പിനെസിനേക്കാൾ ഒരു പടി മുകളിലുള്ളതാണ് ജോയ്, ജോയിനേക്കാൾ ഒരു പടി മുകളിലുള്ളതാണ് എക്സൈറ്റ്മെന്റ്. ഐ എം ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഭയങ്കര ഹാപ്പി ആവുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ക്ലൗഡ് 9 എന്നുള്ളത്. അപ്പൊ എന്താണ് നമ്മളിപ്പോ പറയാണ്, ഓ മൈ എക്സാംസ് ആർ ഓവർ ആൻഡ് ഐ ആം ഹാപ്പി ടുഡേ, സെയിം മീനിങ്. മൈ എക്സാംസ് ആർ ഓവർ, ഐ ആം ജോയ്ഫുൾ ടുഡേ, സെയിം മീനിങ്. മൈ എക്സാംസ് ആർ ഓവർ ആൻഡ് ഐ ആം എക്സൈറ്റഡ് ടുഡേ, സെയിം മീനിങ്. മൈ എക്സാംസ് ആർ ഓവർ ആൻഡ് ഐ ആം ഓൺ ക്ലൗഡ് 9. ഇതൊക്കെ സെയിം മീനിങ് ആണ്, പക്ഷെ എന്താണ് ആ ഹാപ്പിനെസിന്റെ ഡിഗ്രിയിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ബ്ലിസ് ഇസ് അനദർ വേർഡ്. ഇതൊക്കെ സിനോണിംസ് ആണ്, ബട്ട് മൈന്യൂട്ട് ഡിഫറൻസ്. ആ മൈന്യൂട്ട് ഡിഫറൻസിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് കൂടുതൽ ഉപകാരപ്പെടുക? നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ. ഒരാൾ ഐ ആം ഹാപ്പി എന്ന് പറയുന്നതും ഐ ആം ക്ലൗഡ് 9 എന്ന് പറയുന്നതും ഭയങ്കര ഡിഫറെന്റ് ആണ്. ക്ലൗഡ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, ഐ കനോട്ട് കണ്ടെയ്ൻ മൈ ഹാപ്പിനെസ്, അതായത് എനിക്ക് എന്റെ സന്തോഷത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അത്രമാത്രം സന്തോഷത്തിലാണ്. ബട്ട് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോർമൽ ലെവൽ സന്തോഷം. സോ എന്താണ് ഒരാളുടെ ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. They carry extra significance and evoke a more intricate feeling or they explain more complex situation. Okay, ഇപ്പോ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ചില വേർഡ്സ് ആ സിറ്റുവേഷന്റെ കോംപ്ലെക്സിറ്റി, അത് എത്രമാത്രം രൂക്ഷമാണ് അല്ലെങ്കിൽ എത്രമാത്രം പ്രശ്നമുണ്ട്, അത് എത്രമാത്രം സിവിയർ ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വാട്ട് ഇസ് ദ സട്ടിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേർഡ് ഹൈഡ് ആൻഡ് കൺസീൽ? അറിയുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ തന്നെ പറഞ്ഞു. ബിക്കോസ് ഇവിടെ 114 പേരുണ്ട്. സോ ഐ തിങ്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തോളൂ. ഹൈഡ് ആൻഡ് കൺസീൽ ഗെസ് ചെയ്തോളൂ. ലെറ്റ്സ് ഹാവ് സം ഫൺ. അതായത് ഇങ്ങനെ ഇവിടെ എല്ലാം ഏതാണ് ടു കീപ് സീക്രറ്റ്? ഹൈഡ് ആണോ കൺസീൽ ആണോ? രണ്ടും സെയിം, രണ്ടിന്റെയും മീനിങ് കീപ് സീക്രറ്റ് എന്ന് തന്നെയാണ്, സിനോണിംസ് ആണ്. ഓക്കെ, ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോ ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു സാധനം ഔട്ട് ഓഫ് സൈറ്റ് വെക്കുക. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ എന്റെ പേനാണ്, പ്ലീസ് ഹൈഡ് ഹംനാസ് പെൻ എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് സൈറ്റ് വെക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഞാൻ കാണാതെ ഒളിപ്പിച്ചു വെക്കുക എന്നൊക്കെ പറയും. ഇനി നെക്സ്റ്റ് കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺസീലിംഗ് ദ ട്രൂത്ത്, അതായത് നമ്മൾ നുണ മറച്ചു പിടിക്കുക. അത് കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഞാനൊരു തെറ്റ് ചെയ്തു, അതിനെ ഞാൻ മറച്ചു പിടിക്കാൻ ഒരുപാട് വേറെ നുണകൾ പറഞ്ഞ് ഞാൻ ആ സത്യത്തെ കൺസീൽ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയി. ഹൈഡ് എന്നതൊരു കാഷ്വൽ വേർഡ് ആണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ ഒരു സീരിയസ് വേർഡ് ആണ് എന്ത്? കൺസീൽ എന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? വ്യത്യാസം മനസ്സിലായോ? ഹൈഡ് എന്നാൽ സിംപ്ലി കീപ് ഔട്ട് ഓഫ് സൈറ്റ്, ബട്ട് കൺസീൽ എന്താ പറയാ? ഹി ഈസ് കൺസീലിംഗ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം മറച്ചു പിടിക്കുകയാണ്. ദേ ആർ കൺസീലിംഗ് ദെയർ റിലേഷൻഷിപ്പ്, അവരവരുടെ ബന്ധത്തെ കുറിച്ച് ആരോടും
പറയാതെ അത് വളരെ സീക്രട്ട് ആയി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ വളരെ ഇന്റൻഷനലി പ്ലാൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നതിനെയാണ് കൺസീൽ. നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയും, പക്ഷെ കൺസീൽ ആൻഡ് സീക്ക് എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. സോ ദാറ്റ് ഇസ് വെയർ ഇറ്റ് മേക്സ് ഡിഫറൻസ്. ഓക്കെ, സോ ഇറ്റ് ഇസ് സിനോണിം യെറ്റ് ഇറ്റ് ഹാസ് ഡിഫറൻസ്. ഓക്കെ, okay, come to the next example. Tell and convey. TELL and convey. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? Tell and convey. നമ്മൾ പറയാം എന്റെ അന്വേഷണം പറയണേ. നമ്മൾ മെയിലിന്റെ താഴേക്ക് ഉണ്ടാവും കൺവേ മൈ റിഗാർഡ്സ് എന്നുണ്ടാവും. ടെൽ മൈ റിഗാർഡ്സ് എന്ന് പറയാറില്ലല്ലോ. പക്ഷെ ടെൽ ഇറ്റ് ടു ഹെർ എന്ന് പറയുകയാണെങ്കിൽ ടെൽ മൈ ഫ്രണ്ട് ദാറ്റ് എന്ന് പറയും, പക്ഷെ കൺവേ ടു മൈ ഫ്രണ്ട് എന്ന് പറയാറില്ല. അപ്പൊ there is some difference. എന്താണത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടെൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുക, ടെൽ ഹെർ ദാറ്റ് ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ. പക്ഷെ കൺവേ ചെയ്യാൻ എന്താണ്? ഒരാളെ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട്, എന്റെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ട്, അപ്പൊ അത് ചുമ്മാ പറയല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ ഇപ്പുറം വന്നതാ മുഹമ്മദ് റിയാസിന്റെ അടുത്ത് പറയാണ്. യെസ്, കൺവേ മീൻസ് ഒരു കാര്യം പറഞ്ഞ് ധരിപ്പിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ടെൽ ആൻഡ് കൺവേ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്താലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ സിനോണിംസ് ആൻഡ് ഓൾമോസ്റ്റ് സെയിം മീനിങ്. ബട്ട് എവിടെയാണ് there is difference. Okay, so നമ്മൾ കോണ്ടെക്സ്ച്വലി ഇത്തരത്തിലുള്ള വേർഡ്സ് മൈന്യൂട്ട് ആയിട്ട് ശ്രദ്ധിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ we are going to be pro in English. നമ്മളുടെ ഒരു പ്രൊഫിഷ്യൻസി, നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യന്റ് ആണ് എന്നൊക്കെ പറയാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ ബേസിക്സ് കഴിഞ്ഞ് അഡ്വാൻസ്ഡിൽ നിൽക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് ഞാനിപ്പോ ഇവിടെ വളരെ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഒരു ഹോംവർക്ക് ആയിട്ട് ഇത്തരത്തിലുള്ള വേർഡ്സ് കണ്ടുപിടിക്കുക. ഈ സിനോണിംസ് തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കുക. ഇപ്പൊ ടെൽ, കൺവേ, ഹാപ്പി, എക്സൈറ്റ്മെന്റ്, ഹൈഡ്, കൺസീൽ, ഇങ്ങനെയുള്ള വേർഡ്സ് കുറച്ച് നോക്കി വരൂ കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീക്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ഇസ് ടിപ്സ് ഫോർ ഇംപ്രൂവിങ് സബ്റ്റ്ലിറ്റീസ് ഇൻ ലാംഗ്വേജ്. സബ്റ്റ്ലിറ്റീസ് നമ്മൾ എന്താ ചെറിയ ഡിഫറൻസുകൾ ഇതെങ്ങനെ നമ്മൾ പഠിച്ചെടുക്കും, എങ്ങനെ ഇംപ്രൂവ് ചെയ്യും, സച്ച് ആസ് ടോൺ വേരിയേഷൻ, പേസിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് വൊക്കാബുലറി യൂസേജ്. നമ്മുടെ ടോണിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ, നമ്മുടെ സംസാരത്തിന്റെ സ്പീഡിനെയാണ് പേസ് പറയുക, പേസിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് വൊക്കാബുലറി യൂസേജ്. ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് പോയിന്റ് ഇസ് ഫോക്കസ് ഓൺ ഫോണീംസ്. ഫോണീംസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ? വാട്ട് ഇസ് ഫോണറ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഫോണീം, ഫോണറ്റിക്സ്, എനിവൺ? ഇവിടെ UG ഇംഗ്ലീഷ് പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ. ഫോണീംസ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ അല്ല, യെസ്, സൗണ്ട് റിലേറ്റഡ്. എക്സാക്ട്ലി. അതായത് ഇപ്പോ നമ്മൾ ഫോണറ്റിക്സ്, ഇപ്പൊ ABCDEFG ഞാൻ ഫോണറ്റിക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോണീം സൗണ്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് A B K D A B G H. അങ്ങനെ ആ ആൽഫബറ്റിന്റെ സൗണ്ട് വെച്ചിട്ട് നമ്മൾ അത് പഠിക്കുന്നതാണ്. ഇപ്പൊ മിക്ക സ്കൂൾസിലും കുഞ്ഞു മക്കളെ KG ലെവലില് ABCD മാറ്റിയിട്ട് ആബ് കീട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് മോർ ഈസിയർ. കുട്ടികൾക്കും പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ കുറച്ച് ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ അത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. കാരണം സിയുടെ സൗണ്ട് ക് അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ചെയറിൽ വന്നപ്പോ അത് ച ആയത്, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വരും. ബട്ട് സ്റ്റിൽ പഠിച്ചെടുക്കാൻ എളുപ്പം. കാരണം സി എന്ന് പറഞ്ഞിട്ട് ക് സൗണ്ട് എന്നതിനേക്കാൾ ആബ് കീട് ആണ്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായിട്ട്. ട്രസ്റ്റ് മീ. കാരണം ഞാൻ ഫോണറ്റിക്സ് പഠിച്ചതിന് ശേഷം എന്റെ സ്പീച്ച് ഇംപ്രൂവ് ചെയ്ത ആളാണ്. ഓക്കെ, നമ്മൾ മലയാളികൾ പലരും ആപ്പിളിന് ആപ്പിൾ എന്നാണ് പറയാം. ആപ്പിൾ, അത് ആപ്പിൾ അല്ല. ഓക്കെ, എയുടെ സൗണ്ട് എ എന്നല്ല, മറിച്ച് ആപ്പ്. മൗത്ത് കുറച്ച് വൈഡ് ഓപ്പൺ ആവുക. യു കെൻ ഓൾ ട്രൈ ഫ്രം യുവർ ഓൺ പ്ലേസ്. മൈക്കാരും അൺമ്യൂട്ട് ചെയ്യണ്ട. ഇങ്ങനെ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ വായ അങ്ങനെ തുറക്കണം എന്നില്ല, പക്ഷെ ആ ഒരു പ്രൊനൗൺസിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് എയുടെ സൗണ്ട് ആ എന്നല്ല, ഇറ്റ്സ് ആക്ച്വലി ആ. മൗത്ത് കുറച്ച് വൈഡ് ഓൺ. ഇറ്റ്സ് ആപ്പിൾ. ആപ്പിൾ അല്ല, ഇറ്റ്സ് ആപ്പിൾ. എന്നാൽ ഏപ്പിളും അല്ല, എയുമല്ല ആവുമല്ല. ഇതിന്റെ രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു ആപ്പിൾ. എ ഫോർ ആപ്പിൾ. ഓക്കെ, ഇയുടെ സൗണ്ട് ആണ് എ. ആൽഫബറ്റ് എ. ആ എന്റെ സൗണ്ട് വരുന്നത് ഇ എന്ന ആൽഫബറ്റിനാണ്. E ഫോർ എഗ്, E ഫോർ എലിഫന്റ്. ഓക്കെ, സോ ഫോണീംസ് നിങ്ങൾ A to Z എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾ വെറുതെ യൂട്യൂബില് ഫോണറ്റിക് സൗണ്ട്സ് എന്ന് അടിച്ചാൽ മതി. ഒരുപാട് കുഞ്ഞു മക്കളുടെ പഠിപ്പിക്കുന്ന പോലത്തെ വീഡിയോസ് കിട്ടും. വേർഡ്സും. ഓക്കെ, അപ്പോ എന്താണ് HEN, ഹെൻ എന്നതിന് ഹ്, എ, ന്, ഹെൻ. മാറ്റിന് മ്, ആക്ട്, മാറ്റ്.
അങ്ങനെയായിരിക്കും ആ വീഡിയോസിൽ ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ചെറിയ വേർഡ്സ് അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് വലിയ വേർഡ്സും പ്രൊനൗൺസിയേഷൻ കറക്റ്റ് കിട്ടും. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് സെർച്ച് യൂട്യൂബ് ഫോർ ടിപ്സ് ഫ്രം ഫെല്ലോ ലേണേഴ്സ്. ഒരുപാട് ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ വീക്ക് എന്തിലാണോ അതിന്റെ വീഡിയോസ് കൂടുതൽ കാണുക. ഗ്രാമർ ആണെങ്കിൽ അങ്ങനെ, പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, വളരെ എന്റർടൈൻ ചെയ്ത് പഠിപ്പിക്കുന്ന വീഡിയോസ് കിട്ടും. സോ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാൻ യു ക്യാൻ ഓൾസോ ഗോ വിത്ത് ദാറ്റ്. നെക്സ്റ്റ് ഇസ് ട്രൈ സം ടങ് ട്വിസ്റ്റേഴ്സ്. അത് പറയാൻ തന്നെ ടങ് ട്വിസ്റ്റ് ആയി പോവാണ്. ദാറ്റ് ഇസ് ടങ് ട്വിസ്റ്റേഴ്സ് എന്താണെന്ന് അറിയില്ലേ? മറ്റേ she sells seashells on the seashore. Exactly. Yeah, അങ്ങനത്തെ സാധനങ്ങളില്ലേ? റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. അത് എന്താണ്, ഒരു നമ്മളുടെ ഈ ഒരു ലേണിംഗ് ജേർണിയിലേക്ക് കുറച്ച് ഫൺ എലമെന്റ് കൊണ്ടുവരാൻ, എന്നും ഈ തിയറിയും ക്വിസും ഗ്രാമറും എന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെ ലേണിംഗിന് അത് ഹെൽപ്പ് ചെയ്യും. നമ്മളെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യും, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആക്കും. നെക്സ്റ്റ് ഇസ് ലേൺ ന്യൂ വേർഡ്സ് വിത്ത് പ്രൊനൗൺസിയേഷൻസ്. ഞാൻ ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്ന എല്ലാ വേർഡ്സും 100% കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. ആൻഡ് ഓൾസോ ഇറ്റ് കൻ ഹാവ് ഓൾട്ടർനേറ്റ് പ്രൊനൗൺസിയേഷൻ. ഫോർ എക്സാമ്പിൾ SCHEDULE, അത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ, അത് ആക്സെന്റ് ഡിഫറൻസ് ആണ്. ഇറ്റ്സ് ബോത്ത് കറക്റ്റ്. പക്ഷെ മുമ്പ് ഞാൻ തല്ലൊടിക്കായിരുന്നു. ആരെങ്കിലും ഞാൻ സ്കെഡ്യൂൾ എന്നാണ് പറയാറ്, അപ്പൊ ആരെങ്കിലും ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നോ ഇറ്റ്സ് സ്കെഡ്യൂൾ. ഷെഡ്യൂൾ തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ബട്ട് ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, സോ നിങ്ങൾ ഒരു പുതിയ വേർഡ് പഠിക്കുമ്പോൾ, ഒരു പുതിയ വൊക്കാബുലറി നിങ്ങൾക്ക് കിട്ടുമ്പോൾ, നിങ്ങൾ ചിലപ്പോൾ ഒരു ബുക്ക് വായിച്ചപ്പോഴായിരിക്കും പുതിയ വൊക്കാബുലറി കിട്ടിയത്. അപ്പൊ തന്നെ അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് പിന്നീട് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്, ഇപ്പൊ ഗൂഗിൾ ഏത് വേർഡ് അടിച്ചാലും നമുക്ക് അപ്പൊ തന്നെ പ്രൊനൗൺസിയേഷൻ കിട്ടും. അത് നോക്കുക. പിന്നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് രീതി, ഹൗ ടു പ്രൊനൗൺസ് ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ എന്നാണ് അതിനെ പറയുന്നത്, ക്വസ്റ്റ്യൻ എന്നും പറയുന്നവരുണ്ട്. ഓക്കെ, അഗെയിൻ മറ്റേ ക്വസ്റ്റ്യൻ തെറ്റാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, ബട്ട് ഐ പ്രിഫർ ടെലിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ റീഡ് അലൗഡ് ആൻഡ് റെക്കോർഡ് യുവർ സെൽഫ്. നിങ്ങൾ ചെറിയൊരു 5 to 10 ലൈൻസ് വായിച്ചിട്ട് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ കേൾക്കുക. അപ്പൊ മനസ്സിലാവും, ഓ എന്റെ സ്പീച്ചിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട്. ദാറ്റ് ഇസ് എ വെരി ഗുഡ് ടെക്നിക്. നിങ്ങൾ തന്നെ ഒരു പീസ് വായിച്ചിട്ട് അത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു. പലപ്പോഴും നിങ്ങൾക്ക് അയക്കുന്ന ടാസ്കുകൾ ഞാൻ ആദ്യം വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ കേട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് അയക്കുന്നത്. പലപ്പോഴും ഞാനത് കറക്റ്റ് ചെയ്യേണ്ടി വരാറ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഷുവർ. ലിസൺ ടു സം പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റ് എന്താണെന്ന് അറിയോ? നമ്മളുടെ യൂട്യൂബിൽ വ്ലോഗ് കാണുന്നത് പോലെ വീഡിയോ ഇല്ലാണ്ട് വോയിസ് മാത്രം. അത് ഡിഫറെന്റ് പോഡ്കാസ്റ്റുകൾ ഉണ്ടാവാം. ഡെയിലി മോട്ടിവേഷൻ, സ്പോട്ടിഫൈയിൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് പോഡ്കാസ്റ്റ്. അത് ഇംഗ്ലീഷിൽ കേൾക്കുക. ഓക്കെ, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ കേൾക്കുക. അത് മോർണിംഗ് മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഒരു നമ്മൾക്ക് റിലാക്സേഷൻ കിട്ടുന്ന തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ബട്ട് സ്പോട്ടിഫൈയിൽ യു ഗോട്ട് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഏതെങ്കിലും ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ആൻഡ് ഏതെങ്കിലും ഇംഗ്ലീഷ് നേറ്റീവ് ആൾക്കാരുടെ ആണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ബെസ്റ്റ്. ഓക്കെ, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് തന്നെ ഇന്ത്യൻസിന്റെയും കിട്ടും. അതുപോലെ ഏതെങ്കിലും യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന്റെ പോഡ്കാസ്റ്റ് നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെസ്റ്റ്. കാരണം എന്താണ്, ഒറിജിനൽ ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന്റെ നമ്മൾ കേൾക്കല്ലേ. ഓക്കെ, പോഡ്കാസ്റ്റും നമ്മളൊരു വ്ലോഗും കാണുന്ന വ്യത്യാസം. നമ്മൾ വ്ലോഗ് കാണുമ്പോൾ നമ്മുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആണ്. പകുതി വീഡിയോയും പകുതി കേൾക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് പോഡ്കാസ്റ്റ് നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ നല്ല സ്കോപ്പ് ഉണ്ട്. ദെൻ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ സ്പീക്ക് സ്ലോലി. നമ്മളിപ്പോ ലേണിംഗ് ജേർണിയിലാണ്. സോ പയ്യെ പറഞ്ഞ് നമ്മൾ മറ്റേ വെപ്രാളം വരുമ്പോൾ അല്ലെങ്കിൽ തെറ്റോ എന്നൊക്കെ ഒരു വേഗം പറഞ്ഞു തീർക്കുക. ആ ഒരു മെത്തേഡ് നിർത്തിയിട്ട് സ്പീക്ക് സ്ലോലി, അണ്ടർസ്റ്റാൻഡ് യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ്. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. സ്പെൻഡ് മോർ ടൈം ടോക്കിംഗ് ടു നേറ്റീവ് സ്പീക്കേഴ്സ്. നിങ്ങളിപ്പോ അബ്രോഡ് ഉള്ളവരുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള കൊലീഗ്സ് ഉണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് ദം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി മിറർ ടോക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോക്ക് വിത്ത് ദം. ഓക്കെ, സോ ദാറ്റ്സ് വിത്ത് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡൈനാമിക് പബ്ലിക് സ്പീക്കിംഗ്. നമ്മൾ ഇതുവരെ കാര്യമായി പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ ഇതുവരെയൊക്കെ ബേസിക് 1-to-1 കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, പബ്ലിക് സ്പീക്കിംഗ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു 5 പേരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ സ്പീക്കപ്പ് ചെയ്യുമ്പോൾ
ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇൻക്രീസസ് യുവർ കോൺഫിഡൻസ്. ഇവിടെ ഞാൻ വിളിക്കുമ്പോൾ എപ്പോഴും കുറച്ചു പേര് മാത്രം വരും. അത് എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? ഫസ്റ്റ് ദിവസം അവരൊന്ന് സംസാരിച്ചപ്പോ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയി. സോ അവർക്ക് വീണ്ടും വീണ്ടും വരാനുള്ള കോൺഫിഡൻസ് കിട്ടി. ദാറ്റ് ഇസ് വൈ എപ്പോഴും വിളിക്കുമ്പോൾ ഇവിടെ വരുന്ന ഒരു കുറച്ചു ആൾക്കാരില്ലേ, അതെന്താ, അത് അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെയും നിങ്ങളെ ഞാൻ വിളിക്കുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഹൗ കെൻ യു ഇംപ്രൂവ് ഇറ്റ്? എനിക്ക് നിങ്ങളുടെ അടുത്ത് എഫേർട്ട് എടുക്കാൻ, നിങ്ങളെ കൊണ്ട് എഫേർട്ട് എടുപ്പിക്കാനേ പറ്റുള്ളൂ. ആ എഫേർട്ട് എടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ യു ഹാവ് ടു ഡു. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് ലൈക്ക് ഐ കെൻ നോക്ക് ഓൺ ദ ഡോർ. എനിക്ക് ഡോർമിൽ മുട്ടാൻ പറ്റും. ആ ഡോർ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അത് തള്ളിത്തരാൻ പറ്റും. ബട്ട് ദാറ്റ് പ്രോസസ് ഓഫ് ഓപ്പണിംഗ് ദ ഡോർ, ആ നോബ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ആ ലോക്ക് ഓപ്പൺ ചെയ്യാന്നുള്ള ഒരു പ്രോസസ് യു ഹാവ് ടു ഡു. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഐ കെൻ ഹെൽപ്പ് യു. പക്ഷെ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാന്നുള്ള പ്രോസസ് ഇസ് വിത്തിൻ യു. ഓക്കെ, ഫൈൻ. സോ പബ്ലിക് സ്പീക്കിംഗ് ടെക്നിക്സില് ഫസ്റ്റ് വൺ ഇസ് നെർവസ്നെസ് ഇസ് നോർമൽ. പേടിക്കുക എന്നുള്ളത് വളരെ നോർമൽ ആണ്. ഇന്നിപ്പോ 20ാമത്തെ സെഷൻ ആയെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇവിടെ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ അധികം ആൾക്കാരും എന്നേക്കാൾ മുതിർന്നവരാണ്, എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, എന്നേക്കാൾ അറിവുള്ളവരാണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ എനിക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന രീതിയിലുള്ള എല്ലാ പേടികളും എനിക്കുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വന്നിട്ട് പറയണം, നിങ്ങൾ വലിയ ഡൗട്ട് ഒന്നും ചോദിക്കരുത് കേട്ടോ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ നെർവസ്നെസ് കാണിച്ച് എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു മട്ടിൽ ഞാൻ വന്നിരുന്ന പിന്നെ ഈ ക്ലാസ് കൊണ്ട് എനിക്കും കാര്യമില്ല, നിങ്ങൾക്കും കാര്യമില്ല. സോ പേടി എന്നത് മനുഷ്യന്മാരാണ്, ഇറ്റ്സ് നോർമൽ. പ്രാക്ടീസ് ആൻഡ് പ്രിപ്പയർ. ഞാൻ ബുക്കിലൂടെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ അത്യാവശ്യം ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ബിക്കോസ് ഐ ആം പ്രിപ്പയർഡ്. ഓക്കെ. സെക്കൻഡ് ഇസ് know your audience. Your speech is about them, not you. That is, ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല ഇവിടെ പറയേണ്ടത്, മറിച്ച് യു ആർ മൈ ഓഡിയൻസ്. നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങളുടെ വാണ്ട് എന്താണ്, അതായിരിക്കണം ഞാൻ അഡ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊരു പബ്ലിക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇസ് ഓർഗനൈസ് യുവർ മെറ്റീരിയൽ ഇൻ ദ മോസ്റ്റ് എഫക്റ്റീവ് മാനർ ടു അറ്റൈൻ യുവർ പേർപ്പസ്. എന്റെ പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഒരു 1 hour ടൈമിൽ എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഇൻപുട്സ് നൽകുക എന്നതാണ്. സോ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ 10 പോയിന്റ്സ് 10 സ്ലൈഡ്സിലായിട്ട് ഇടായിരുന്നു. nervousness is normal, practice and prepare. അതിന്റെ എക്സ്പ്ലനേഷൻ ഒരു സ്ലൈഡിൽ കൊടുക്കാം. നെക്സ്റ്റ് സ്ലൈഡിലെ രണ്ടാമത്തത് know your audience. ഇത് 10 സ്ലൈഡ് ആക്കായിരുന്നു. പക്ഷെ ഇത് ഒരേ സാധനം വലിച്ചു നീട്ടി 10 സ്ലൈഡിൽ പറയുന്നതിനേക്കാൾ എഫക്റ്റീവ് ആവുക സ്മോൾ, പ്രിസൈസ്, കോൺസൈസ്. അതുകൊണ്ടാണ് ഈ ഒരു 10 പോയിന്റ് ഒറ്റ സ്ലൈഡ്. സോ നമ്മളുടെ മെറ്റീരിയൽ ഏറ്റവും എഫക്റ്റീവ് ആയ രീതിയിൽ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. ഫോർത്ത് ഇസ് വാച്ച് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് അഡാപ്റ്റ് ടു ഇറ്റ്. നമുക്കൊരു ഓൺലൈൻ സെറ്റപ്പില് വരുന്ന ഒരു ചെറിയ പ്രശ്നം അതാണ്. എനിക്കിപ്പോ നിങ്ങൾ അവിടെ എത്ര പേര് ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ എത്ര പേര് ബോറടിച്ചിരിക്കുന്ന ഒരു ഫേസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ടെക്സ്റ്റിലൂടെ വരുന്ന മെസ്സേജ് മാത്രമേ അറിയുള്ളൂ. ബട്ട് ഇൻ ഓഫ്ലൈൻ സെറ്റപ്പ് നമ്മൾക്ക് മനസ്സിലാവും. നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour സ്പീച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് വി കൻ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ എന്റെ സ്പീച്ച് ബോറിംഗ് ആവുന്നുണ്ടെന്ന് തോന്നും. സോ എന്താണ്, അതനുസരിച്ച് നമ്മളൊരു സാധനം പ്രിപ്പയർ ചെയ്ത് അതിന് തന്നെ റിജിഡ് ആവണം എന്നില്ല. യു ക്യാൻ ബി ഫ്ലെക്സിബിൾ വിത്ത് യുവർ ടോൺ. ഭയങ്കര ഫോർമലായി പറയുന്ന സ്ഥലത്ത് ആൾക്കാർക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സെമി ഫോർമലിലേക്ക് മാറാം. ഓക്കെ, സോ ആൾക്കാരെ ശ്രദ്ധിക്കുക, അവരുടെ റെസ്പോൺസ് എന്താണ് എന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ലെറ്റ് യുവർ പേഴ്സണാലിറ്റി കം ത്രൂ. അതായത് ഭയങ്കരമായി നമ്മൾ മേക്കപ്പ് ചെയ്ത് ഹൈഡ് ചെയ്ത് ഒരു സാധനം കാണാപ്പാടം പഠിച്ച് അതേ രീതിയിൽ അത് പ്രസന്റ് ചെയ്യേണ്ടതില്ല. ഐ ബിലീവ് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും യു നോ വാട്ട് ഐ ആം അല്ലെങ്കിൽ ഹൗ ഐ ആം, ഞാൻ എങ്ങനത്തെ ഒരാളാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും. കാരണം എനിക്ക് കംപ്ലീറ്റ് കവറപ്പ് ചെയ്ത് ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര ഫേക്ക് ആയി തോന്നും. എനിക്ക് വേണമെങ്കിൽ 10 പോയിന്റ്സ് കാണാപ്പാടം പഠിച്ചു എന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. അതും ഞാൻ ഈ ഒരു വേയിൽ ക്ലാസ് എടുക്കുന്നതും ഇസ് ഡിഫറെന്റ്. സോ നിങ്ങൾ എന്താണോ അത് കമപ്പ് ചെയ്യുന്നതിൽ അതിനെ കൺസീൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. സിക്സ്ത് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് യെറ്റ് വെരി എഫക്റ്റീവ്. യൂസ് ഹ്യൂമർ, ടെൽ സ്റ്റോറീസ് ആൻഡ് യൂസ് എഫക്റ്റീവ് ലാംഗ്വേജ്. നമ്മൾ മുമ്പ് ഇപ്പൊ ഒരു 10-15 years ബാക്ക് നമ്മൾ സ്പീച്ചുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടുകൾ മാത്രം പറയുക, സീരിയസ് ആയ കാര്യങ്ങൾ മാത്രം. പക്ഷെ ഇന്ന് എന്താണ്, കുറച്ചും കൂടെ ട്രോളുകളുടെ കാലമാണ് അല്ലെ. നമ്മൾ പല ന്യൂസുകൾ അറിയുന്നതും
10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് ഈ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ പഠിപ്പിക്കുന്നത് തന്നെ തമാശകളിലൂടെയും സിനിമയിലെ ഓരോ ഡയലോഗ്സിലൂടെയും ട്രോൾസിലൂടെയൊക്കെയാണ്. സോ ഹ്യൂമർ ഇസ് വെരി എഫക്റ്റീവ്. കാരണം തമാശ നമ്മൾ എൻജോയ് ചെയ്യും, അതോടൊപ്പം നമ്മളത് മറക്കുകയില്ല പെട്ടെന്ന്. ഓക്കെ, സോ ഹ്യൂമർ കൊണ്ടുവരാൻ നോക്കുക നിങ്ങളുടെ സ്പീച്ചിൽ. എഫക്റ്റീവ് ലാംഗ്വേജ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. മേ ബി നിങ്ങൾക്ക് വളരെ അഡ്വാൻസ്ഡ് ആയ വൊക്കാബുലറി ഉണ്ടാവും, പക്ഷെ നമ്മുടെ മുമ്പിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ലെവലിലല്ല ഞാൻ ക്ലാസ് എടുക്കുക. ബട്ട് ഐ ആം യൂസിങ് സച്ച് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ബിക്കോസ് മൈ ഓഡിയൻസ് ആർ നോട്ട് ഇൻ 5th സ്റ്റാൻഡേർഡ്, യു ആർ ഓൾ ഗ്രോൺ അപ്സ്. ഓക്കെ, സോ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. 7th point is don't read unless you have. ഒരിക്കലും ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ വായിക്കരുത്. നെവർ ഡു ദാറ്റ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, ഞാൻ ഈ 10 പോയിന്റ് വായിക്കുന്നു, അല്ലെങ്കിൽ ഐ ഹാവ് മൈ ബുക്ക് ഹിയർ, ഇതെടുത്ത് ഞാൻ റീഡ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഹൗ ബോറിംഗ് ഇറ്റ് വുഡ് ബി. സോ നെവർ ഡു ദാറ്റ് അൺലെസ് യു ഹാവ് ടു. എന്തെങ്കിലും ഇപ്പോ നിങ്ങളുടെ സ്പീച്ചിൽ എന്തെങ്കിലും ഡെഫിനിഷൻ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമുല പറയേണ്ടതുണ്ട്, തെറ്റാത്ത എന്തെങ്കിലും പറയേണ്ടതുണ്ട് എങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ പിന്നെ തീരെ നെർവസ്നെസ് കാരണം മറക്കാൻ സാധ്യത ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവം, മേക്ക് എ സ്മോൾ പേപ്പർ. അതായത് കുഞ്ഞി സ്റ്റിക്കി നോട്ട്സ് പോലത്തെ കുഞ്ഞി പേപ്പർ ഇല്ലേ, ആ പേപ്പറിൽ നിങ്ങൾ പോയിന്റ്സ് മാത്രം എഴുതുക. സോ ദാറ്റ് നിങ്ങൾ പോയിന്റ്സ് മറക്കില്ല, അപ്പോഴും നോക്കി വായിക്കലല്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂസ് യുവർ വോയിസ് ആൻഡ് ഹാൻഡ്സ് എഫക്റ്റീവ്ലി. ഒമിറ്റ് നെർവസ് ഗെസ്റ്റേഴ്സ്. ഒമിറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഓക്കെ, ഈ ഒമിറ്റും വൊമിറ്റും ഡിഫറെന്റ് ആണ് കേട്ടോ. നമ്മൾ ഛർദിക്കുക എന്നുള്ളത് വൊമിറ്റ് ആണ്, ഓക്കെ, ദാറ്റ്സ് ഡിഫറെന്റ്. ഒമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എമീഷൻ. ഓക്കെ, എമിഷൻ, ഒമിറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നതാണ്. ഐ ഒമിറ്റഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്തു എന്നാണ്. സോ വൊമിറ്റ്, ഒമിറ്റ് രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, ഹാൻഡ്സ്, യൂസ് യുവർ വോയിസ് ആൻഡ് ഹാൻഡ്സ് എഫക്റ്റീവ്ലി. നിങ്ങളുടെ വോയിസ് മോഡുലേറ്റ് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച്. ഫുൾ ഒരൊറ്റ ട്യൂണിൽ കൊണ്ടുപോകാതെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയുമ്പോൾ സൗണ്ട് റേസ് ചെയ്യുക, അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് വരുമ്പോൾ ഒന്ന് താഴ്ത്തുക, അങ്ങനെ. ആൻഡ് ഓൾസോ എനിക്ക് പലപ്പോഴും കിട്ടിയിരിക്കുന്ന ഒരു കമന്റ് ആണ്, ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഓവർ ആയിട്ട് എന്റെ കൈ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അത് മാക്സിമം കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കാറുണ്ട്, ബട്ട് എന്താ പറയാ, പാർട്ട് ഓഫ് മൈ സ്പീച്ച് ആയിപ്പോയി അത്. സോ ഇത്രയും കൈ അനക്കേണ്ട ആവശ്യം ഇല്ല. അക്കോർഡിംഗ് ടു ദ സ്പീച്ച് നമ്മൾ എന്ത് ടോപ്പിക് ആണ് പറയുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ട്. ആൻഡ് എപ്പോഴും വലിയൊരു സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് ദ സ്പേസ്. നിങ്ങൾക്ക് ഒരു വലിയ സ്റ്റേജിലാണ് സ്പീച്ച് പറയാൻ സ്ഥലം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് നെസറി നിങ്ങൾ ആ പോഡിയത്തിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ആ മൈക്കിന്റെ അവിടെ തന്നെ നിൽക്കണം എന്ന് നോട്ട് നെസറി. ടെഡെക്സ് ടോക്കുകൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. യൂട്യൂബിൽ ടെഡെക്സ് നടിച്ച ഒരുപാട് ഇന്ത്യൻസിന്റെയും ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ ഇവന്റ് ആണത്. ഓക്കെ, ടെഡെക്സ് ടോക്സ് കാണുക. കാരണം ഓരോ ടോക്സും 5 to 10 minutes ഉണ്ടാവുള്ളൂ. ആൻഡ് വളരെ ഒരു ടെഡെക്സ് ടോക്ക് 10 minutes മുകളിലേക്കൊന്നും അങ്ങനെ പോവില്ല. സോ ടെഡെക്സ് ടോക്കിൽ ഉണ്ടാവുക ഏറ്റവും ബെസ്റ്റ് ആയ സംഭവങ്ങളായിരിക്കും. സോ യു കെൻ ഓൾ സ്റ്റാർട്ട് വിത്ത് ടെഡെക്സ്, TEDx. ഓക്കെ, ജോർജ് ടോക്സ് ഇസ് നോട്ട് ഇൻ ഇംഗ്ലീഷ്. ടെഡെക്സ് മലയാളം ഉണ്ട്, ബട്ട് അധികം ഇംഗ്ലീഷിൽ യു വിൽ ഗെറ്റ്. ജോർജ് ടോക്സ് ഇംഗ്ലീഷിൽ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. Okay, next is grab attention at the beginning and close with a dynamic end. എപ്പോഴും ഒരു സ്പീച്ചിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അടിപൊളിയായിരിക്കണം. ദാറ്റ് ഇസ് കോമൺ സാധനം. എന്താണ്? റെസ്പെക്റ്റഡ് ഫെലോസ്, ടുഡേ ഐ എം സ്റ്റാൻഡിങ് ബിഫോർ യു ടു ടെൽ അബൌട്ട്. ഭയങ്കര ബോറിംഗ് ആണ്, അത് കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ തോന്നില്ല. റാദർ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? സ്റ്റാർട്ട് വിത്ത് എ സ്റ്റോറി, അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് എ കോട്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് എ ഫിലിം ഡയലോഗ്. ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് യു ക്യാൻ വെൽക്കം ദം. ഓക്കെ, ആൻഡ് എൻഡ് ആ ഒരു നിങ്ങളുടെ ഫൈനൽ സെന്റൻസ് ആൾക്കാർ ഓർത്തിരിക്കുന്നതായിരിക്കണം. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എന്റെ സീനിയറിന്റെ ഒരു സ്പീച്ചിന്റെ കണ്ടന്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ബട്ട് ദ ലാസ്റ്റ് ലൈൻ അത് ഐ തിങ്ക് ഇറ്റ്സ് കോട്ട്, ആരോ പറഞ്ഞ ഒരു കോട്ടാണ്. ഇഫ് വൺ ക്യാൻ ഡു, everyone can do. If none can do, you should do. I'll repeat. If one can do, everyone can do. ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. If none, N-O-N-E, none, അതായത് നോൺ എന്നല്ല കേട്ടോ അത് പറയാം, നൺ എന്നാണ് പറയും. ആർക്കും ചെയ്യാൻ കഴിയില്ലെങ്കിൽ if none can do, you should. ആരും ചെയ്യാത്തതാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഐ മീൻ
ഭയങ്കര പ്രാക്ടിക്കൽ ലൈനൊന്നും അല്ല അത്. പക്ഷെ എന്തോ ആ ഒരു ലൈനിലാണ് ആ സ്പീച്ച് നിർത്തിയത്. ഇന്നും എനിക്ക് ആ ഒരു ഒറ്റ ലൈൻ ഓർമ്മയുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് യൂസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വൈസ്ലി. ഇന്നിപ്പോ നമ്മൾക്ക് എന്താ ഓഫ്ലൈൻ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പ്രസന്റേഷനിൽ എനിക്കിവിടെ നിങ്ങൾക്ക് ഓഡിയോസ് പ്രസന്റ് ചെയ്യാം, വീഡിയോസ് പ്രസന്റ് ചെയ്യാം. പക്ഷേ ഇന്നിപ്പോ നമുക്ക് ചില കാണാൻ പറ്റുന്ന ഒരുപാട് ഓഡിയോസും വീഡിയോസ് ഉണ്ടാവും വിച്ച് മേക്സ് യു ബോറിംഗ്. അപ്പൊ എന്താ, ബോറിംഗ് എന്നതിനേക്കാൾ നമ്മുടെ ഫാക്ടുകൾ പ്രസന്റ് ചെയ്യാനുള്ള സമയം പറയും എല്ലാത്തിനും. ഞാൻ നിങ്ങളോട് നെർവസ് ഇസ് നോർമൽ എന്ന് പറയുന്നു, നിങ്ങൾക്ക് 5 മിനിറ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു. അടുത്തത് നോ യുവർ ഓഡിയൻസ്, ഓക്കെ, ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. സോ ദാറ്റ് ഇസ് നോട്ട് ദ വേ. ആവശ്യമല്ല അത്യാവശ്യമുള്ളിടത്ത് മാത്രം നിങ്ങൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോഡ്കാസ്റ്റോ മറ്റാൾക്കാരുടെ വോയിസോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള ക്ലിപ്സോ വീഡിയോസ്, അതൊക്കെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ വരും. ഓക്കെ, സോ അഡ്വാൻസ്ഡ് പബ്ലിക് സ്പീക്കിംഗിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് അഡ്വാൻസ് എന്ന് പറയാനില്ല, ബേസിക്സ് ആണ് കേട്ടോ ഇത്. സോ വിത്ത് ദിസ് ഇത്രയൊക്കെ ഞാനിവിടെ പറഞ്ഞു കൂട്ടിയത്. ഇനി ഇവിടെ ഞാൻ ആൾക്കാരെ വിളിക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് എല്ലാവരും വരിക. ഓക്കെ, ഈ പേടി എന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഇറ്റ്സ് എ നോർമൽ, നമ്മൾ മനുഷ്യന്മാരാണ്, ഇറ്റ്സ് എ നോർമൽ തിങ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമ്മള് ചമ്മലായോണ്ട് ഇവിടെ എന്തിനാ ചമ്മല്, തെറ്റിപ്പോന്നുള്ള ചമ്മല. പിന്നെ വേറെ ഉണ്ടോ, നിങ്ങളുടെ വീട്ടിലുള്ളവർ കേൾക്കുന്നുള്ള ചമ്മൽ ഉണ്ടാവും, അതാണോ? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ റൂം അടച്ചൊക്കെ ഇട്ടിരുന്ന് സംസാരിച്ചാൽ മതി, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ദെൻ ഓക്കെ, പബ്ലിക് സ്പീക്കിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ മറ്റുള്ള കാര്യം എന്താണ്? പെർസ്വാസീവ് സ്പീച്ച്, engaging storytelling and effective use of rhetoric. പെർസ്വേഡ് ചെയ്യുക, ഒരുപാട് പ്രാവശ്യമായില്ലേ നമ്മൾ ഈ വേർഡ് പറയുന്നത്. അതായത് പെർസ്വേസീവ് സ്പീച്ചസ് ആർ നോട്ട് ജസ്റ്റ് അബൌട്ട് ഫാക്ട്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്, they are also about connecting with your audience, capturing their attention, making them care about your message. One of the most effective ways to do is to use storytelling and anecdotes in your speech. Okay, നമ്മളൊരു സ്പീച്ച് പറയുമ്പോൾ വെറുതെ ഫാക്റ്റും കാര്യങ്ങളും പറഞ്ഞു പോവുക എന്നതിനേക്കാൾ അത് മാക്സിമം പെർസ്വേഡ് ചെയ്യാൻ, ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക. നമ്മളുടെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുക എന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ 110 പേരുണ്ടോ, ഈ 110 പേര് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സോ ഞാൻ നിങ്ങളെ മാക്സിമം പെർസ്വേഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് ഒരു ഏറ്റവും എഫക്റ്റീവ് വേ നമ്മളൊരു സ്പീച്ച് പറയുമ്പോൾ സ്റ്റോറി ടെല്ലിംഗ്, ഫുള്ള് ഫാക്റ്റും ആർഗ്യുമെന്റ്സും അല്ലാതെ സ്റ്റോറികൾ, അത് റിയൽ ലൈഫ് സ്റ്റോറീസ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് കഥകളാവാം, അത് പറയുക. ആൻഡ് anecdotes എന്ന് പറഞ്ഞാൽ ഈ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ anecdotes ഇൻ യുവർ ലൈഫ്, പേഴ്സണൽ എക്സ്പീരിയൻസ്, എക്സാക്ട്ലി അതാണ് anecdotes. ഇത് സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഇത് നിങ്ങളുടെ സ്പീച്ചിന്റെ ഒരു ക്വാളിറ്റി ഭയങ്കരമായി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു anecdotes സ്റ്റോറി ടെല്ലിംഗും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ there are certain things that you have to take care of. First one is choose relevant stories and anecdotes. That is, the stories and anecdotes that you choose should be related to the topic you are speaking. നിങ്ങൾ ആനയെ കുറിച്ച് പറയുമ്പോൾ മാങ്ങിനെ കുറിച്ചുള്ള കഥ ആയിരിക്കരുത് പറയുന്നത്. ഓക്കെ, ആനയെ കുറിച്ച് പറയുമ്പോൾ ആന, കാട്, അതുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഞാൻ എക്സാമ്പിൾ വെറുതെ പറയാണ് കേട്ടോ. ഓക്കെ, റെലവന്റ് സ്റ്റോറീസ് ആൻഡ് anecdotes ആയിരിക്കണം, വെറുതെ ഇഷ്ടമുള്ള കഥ എടുത്ത് പറയുകയല്ല. നെക്സ്റ്റ് ഇസ് യൂസിങ് സ്റ്റാർ മെത്തേഡ്. ഓക്കെ, സ്റ്റാർ മെത്തേഡ് എന്നത് നമ്മൾ ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ സ്പീച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്റ്റാർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ് ഫോർ സിറ്റുവേഷൻ. എസ് എന്നാൽ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ ആ കഥ എന്തിനാണ് പറയുന്നത് എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് സിറ്റുവേഷൻ. ടാസ്ക്, നെക്സ്റ്റ് ടി ഫോർ ടാസ്ക്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോൾ എന്താണ്, ഒബ്ജക്റ്റീവ് എന്നതാണ് ടി. നെക്സ്റ്റ് ഇസ് ആക്ഷൻ. ആ ഒരു കഥയിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, മറ്റുള്ളവരിൽ നിങ്ങൾ അച്ചീവ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്. ആൻഡ് ആർ ഫോർ റിസൾട്ട്, അതിന്റെ ഔട്ട്കം എന്തായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ സ്പീച്ചും സ്റ്റോറിയൊക്കെ ഒരു സ്റ്റാർ മെത്തേഡിൽ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയും. അതായത് നിങ്ങൾ എന്തിനാണ് ആ കഥ പറയുന്നത്, ആ കഥയിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണ്, അവരുടെ ആക്ഷൻ എങ്ങനെയായിരിക്കണം, ആ ആക്ഷന് ശേഷമുള്ള റിസൾട്ട് എന്തായിരിക്കും എന്ന രീതിയിലായിരിക്കണം ഒരു കഥ. നമ്മൾ പൊതുവെ സ്പീച്ചിൽ ഒരു കഥ പറയാ അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു റിസൾട്ട് ആൾക്കാരെ മനസ്സിലാക്കാനല്ലേ. സോ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്യുക, ദാറ്റ് ഇസ്
situation, task, action and result. Okay, അതാണ് STAR method. Third one is incorporate emotions and senses. വളരെ ഡ്രൈ ആയിട്ട് പറയുന്നതിനേക്കാൾ നിങ്ങൾ ഈ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഹാപ്പിനെസ് കാണിക്കുക. ഒരാളുടെ ഡെത്ത് പറയുമ്പോൾ നമ്മൾ ആരും ചിരിച്ചു പറയില്ല അല്ലെ. ഇമോഷൻസ് ഷുഡ് ബി ഇൻകോർപ്പറേറ്റഡ്. ഓക്കെ, നമുക്ക് ഇപ്പൊ ചില സിനിമകൾ നമുക്ക് ഭയങ്കര ഇഷ്ടാവുന്ന എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ്സ് വെരി ഇമോഷണൽ. നമുക്ക് നമ്മുടെ ലൈഫുമായി അതിനെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട്. സോ സെയിം തിങ്, ഇൻകോർപ്പറേറ്റ് എന്ന വേർഡിന് മീനിങ് ഉൾക്കൊള്ളിക്കുക എന്നാണ് കേട്ടോ. സ്റ്റാറിൽ R for result. Then deliver with confidence and passion. നമ്മൾ നേരത്തെ പറഞ്ഞു നെർവസ്നെസ് ഇസ് നോർമൽ, അത് എല്ലാവരിലും ഉണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ വന്ന ഒരു പേടിയിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഫുള്ള് ഞാനും തെറ്റിക്കും, നിങ്ങൾക്കും കേൾക്കാൻ സുഖമുണ്ടാവില്ല, നമ്മുടെ രണ്ടു കൂട്ടരുടെയും ടൈം വേസ്റ്റ്. സോ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക വിത്ത് പാഷൻ. ഓക്കെ, then use storytelling and anecdotes sparingly. Sparingly എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം. നേരത്തെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ മുക്കിലും മൂലയിലും കൊണ്ട് കഥ പറയേണ്ട ആവശ്യം ഇല്ല. ഞാനിവിടെ എല്ലാത്തിനും എന്റെ പേഴ്സണൽ അനക്ഡോട്ട്സ് എടുത്ത് പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ബിക്കോസ് എന്റെ ലൈഫ് സ്റ്റോറി കേട്ടിട്ട് ഒരുപാട് കേട്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യം. ഓക്കെ, സോ അത്യാവശ്യങ്ങൾക്ക് മാത്രം പറയുക, ആപ്റ്റായ കാര്യങ്ങൾ മാത്രം പറയുക. Okay, then next is okay, ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. I want you to be active. എനിക്ക് നിങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. Okay, so first is a structured debate. ഞാൻ കൊടുത്തിരിക്കുന്ന ടോപ്പിക് ഇതാണ്. The current education system is not adequately preparing students for the challenges of the future. ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ, ഞാൻ റൂൾസ് തന്നതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ടോപ്പിക് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് മീ. കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പൊ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അഡിക്വേറ്റ് ആണോ, അതായത് അത് മതിയോ ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്കുള്ള കുട്ടികളെ ഷേപ്പ് ചെയ്തെടുക്കാൻ ഇപ്പൊ നിലനിൽക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം മതിയോ? മൈ ടോപ്പിക് ഇസ് നോട്ട്, അല്ല എന്നാണ് ടോപ്പിക്. അപ്പോ ഇതിന്റെ ഫോർ നിൽക്കുന്നവർ എന്താണ് പറയുന്നത്? ഫോർ ദ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത് പോരാ എന്നാണ്. എഗെയിൻസ്റ്റ് ദ ടോപ്പിക് എന്നാൽ എന്താണ്? ദ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് അഡിക്വേറ്റ്ലി എന്ന് പറയുന്നവരാണ്. കൺഫ്യൂസിങ് ആയോ? കുറച്ച് കൺഫ്യൂസ് ആക്കാനാണ് ഞാൻ ഇങ്ങനെ ടോപ്പിക് ഇട്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക്. ഡു യു നീഡ് ക്ലാരിഫിക്കേഷൻ? ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. വൺസ് അഗെയിൻ ഷോർ. ഓക്കെ, ടോപ്പിക്, നമ്മൾ ടോപ്പിക് ഫസ്റ്റ് ശ്രദ്ധിക്കുക. ഫോർ ദ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ടോപ്പിക്കിന്റെ കൂടെ നിൽക്കുകയാണ് എന്നാണ് അർത്ഥം. അതായത് ഐ സ്റ്റാൻഡ് വിത്ത് ദ ടോപ്പിക്. സോ വാട്ട് ഇസ് ദ ടോപ്പിക് ഹിയർ? ദ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് നോട്ട്, പോരാ. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഫ്യൂച്ചറിലേക്കുള്ള കുട്ടികളെ ഷേപ്പ് ചെയ്യാൻ ഇന്നത്തത് പോരാ എന്നാണ് ടോപ്പിക്. സോ ഫോർ ദ ടോപ്പിക് നിൽക്കുന്നവരുടെ നോഷൻ എന്താണ്? ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോരാ എന്നതാണ്. ഈ ടോപ്പിക്കിന് എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്നവരുടെ വാദം എന്താണ്? ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മതി എന്നാണ്. ഗോട്ട് ഇറ്റ്? ആർ യു ക്ലിയർ? ഇങ്ങനെയാണ് ഡിബേറ്റിന്റെ ടോപ്പിക് വരിക. ഒരിക്കലും ഡു യു സ്റ്റാൻഡ് വിത്ത് ദ എഡ്യൂക്കേഷൻ ഓർ അഗെയിൻസ്റ്റ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നല്ല, മറിച്ച് ഇങ്ങനെയാണ് സെന്റൻസിൽ നിങ്ങൾക്കൊരു ഒഫീഷ്യൽ ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഡിബേറ്റ് ഇങ്ങനെയാണ്. സോ ഇത് കൃത്യമായി വായിക്കുക. സോ ഫോർ ദ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ ഹെഡിങ് എന്താണോ അതിന്റെ കൂടെ നിൽക്കുന്നതാണ് ഫോർ. സോ ഇവിടെ എന്താണ്? എഡ്യൂക്കേഷൻ സിസ്റ്റം പോരാ എന്നതാണ് ഫോർ. എഗെയിൻസ്റ്റ് നിൽക്കുന്നവർ എന്താണ് പറയുന്നത്? ഇത് മതി എന്നാണ്. ഓക്കെ, സോ ഐ വാണ്ട് യുവർ വൺ ലൈൻ ഒപ്പീനിയൻ, ഐ മീൻ വൺ ലൈൻ പോയിന്റ്സ് ഫോർ ദിസ്. നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് വൺ ലൈൻ തരിക. ഓക്കെ, താഴത്തെ നോട്ട് ശ്രദ്ധിക്കുക. ഫോക്കസ് ഓൺ ആർട്ടിക്കുലേറ്റിംഗ് ഐഡിയാസ് ക്ലിയർലി, പെർsuasively and respectfully. Your time starts now. It's only depends on the textbook. Okay, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ സെന്റൻസുകളാണ്. ഐ നീഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഒരു സിംഗിൾ സെന്റൻസ് അല്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? അത് പോരെ? വൈ ഇസ് ഇറ്റ് നോട്ട് ഇനഫ് എന്നുള്ളതും കൂടെ എനിക്ക് കിട്ടണം. കാരണം നമ്മൾ ബേസിക് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷനിലാണ് നിൽക്കുന്നത്. സോ ഐ ഡു എക്സ്പെക്ട് better sentence from you, all of you.
But anyway, Sneha, that's a good sentence. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. തെറ്റുണ്ട്. It's only depends അല്ല, it only depends on the textbook ആണ്. It's only വേണ്ട, it's only. Okay, നീമ ടെക്സ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഫോമാറ്റിൽ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈസി ആയിരിക്കും. നിങ്ങൾ എഗെയിൻസ്റ്റ് ആണോ ഫോർ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. Schools and colleges these days introduce AI subject for students. Okay, but Nima, let me ask you, is that enough? AI subjects പഠിപ്പിക്കുന്നത് കൊണ്ട് എല്ലാം ആവുമോ? Is that enough? Please give me a reply. Fatima Jasir, I think living and experiencing is most important. നമ്മൾ ഒരിക്കലും ഡിബേറ്റിൽ I think എന്ന് പറയില്ല, കാരണം we are arguing. So in debate I think എന്നുള്ളൊരു വാക്കില്ല, നമ്മൾ പറയാണ്, it is എന്നാണ് നമ്മൾ പറയാ. ഒരിക്കലും I think നുള്ള സ്പേസ് ഇല്ല കേട്ടോ. So please change the sentence. Sneha, story ഒന്നും വേണ്ട, it's totally fine. They have no idea because they can't do anything alone. Okay, that is, they are not gaining practical knowledge. അല്ലെ, practical knowledge ന്റെ ഒരു കുറവുണ്ട്. So Mohammed Rafi, please tell me what can be done to make them do things alone. Mohammed Rafiയുടെ ഇവിടുത്തെ ആർഗ്യുമെന്റ് അവർക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. So tell me what can be done to make them do things alone. Okay, Shifa 4. We need to add more practical sessions rather than theoretical part. Very good, because in real life we need to go through actions and practices. Very good, Shifa. That's a good one. Most of the theories that we learned in schools are not useful in our life. Okay, Fatima Jusir, most of the theories that we learned in schools are not useful in our lives. But my point is that most of the applications we use today, for example, engineers use these algebra and calculations for construction. It is just because we don't know. Physics, chemistry, everything is involved in the medicines we eat. So isn't theories learned in school enough? I mean, is very much important. Please reply for it. Sharon against the topic. Today's education system is not making students competent enough to bear the stress and compatible enough to reach their destination. Yes, very good, Sharon, very good. So what can be done? What can be done to resolve this issue? The number of educated unemployment is a direct indication of our inadequate education system. Wow, that's a very much striking point. Very good, Haider Ali TP. It's one step towards preparing them for future, ma'am. Nima, okay. Current educational system എന്ന് വേണ്ട കേട്ടോ, education system എന്ന് മതി. Education system തന്നെ ഒരു umbrella word ആണ്, പിന്നെ systems എന്ന് വേണ്ട. System should incorporate some മതി, withന്റെ ആവശ്യം അവിടെ ഇല്ല, with is unnecessary. Incorporate some practical skills as well will make better impact in the total system. സംഭവം conveyed ആണ്, but വെർബോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വെർബോസിറ്റി ആവശ്യമില്ലാതെ നമുക്ക് 3 വേർഡിൽ പറയാൻ പറ്റുന്ന കാര്യം പിന്നെ അത് 5 വേർഡിൽ പറയേണ്ട ആവശ്യമില്ല. സോ ദി സെന്റൻസ് ക്യാൻ ബി കട്ട് ഷോർട്ട് ഇൻടു current education system should incorporate some practical skills which will make a better impact in the total system. Okay, Nazar, adonnu correct ചെയ്തായിക്കേ. Must include job oriented program. Okay, ഇവിടെ ഞാൻ സൊല്യൂഷൻസിനേക്കാൾ കൂടുതൽ മൈ ക്വസ്റ്റ്യൻ ഇസ് ഇന്നത്തത് മതിയോ ഇല്ലയോ ആൻഡ് എന്തുകൊണ്ടാണത് തികയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണത് ഇനഫ് ആണ് എന്ന് നിങ്ങൾ പറയുന്നതാണ്. സോ എനിക്ക് റിപ്ലൈസിനേക്കാൾ കൂടുതൽ എന്റെ പോയിന്റിനെയാണ് നിങ്ങൾ ആർഗ്യൂ ചെയ്യേണ്ടത്. സ്റ്റിക്ക് ടു ദ പോയിന്റ്. എനിക്ക് സൊല്യൂഷൻസിനേക്കാൾ കൂടുതൽ കിട്ടുക എന്താണ്, വൈ ഇറ്റ് ഇസ് നോട്ട് അഡിക്വേറ്റ് അല്ലെങ്കിൽ വൈ ഇസ് ഇറ്റ് അഡിക്വേറ്റ് എന്നതിനാണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. The current education system is not equipping students to cope up with their future requirements. Education should focus more on equipping students practically, vocationally, and emotionally to face life when they complete their education. Exactly. That's a very good one. Society developing day and days. So we need more ideas in our education methods. Hafiz Ali parana point conveyed aanu, but the sentence should be a little more developed. Our society is advancing day by day. Developing and you can use advancing day by day. But നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും 90s ഉണ്ടാക്കിയതാണ്. We are living in 2020s,
but yet our syllabus and education system is designed in 90s. Okay, that's a good point. Very good point, Hafiz. Okay, ഇനി നിങ്ങൾ റിപ്ലൈസ് അയക്കുന്നത് നിർത്തിക്കോട്ടോ, കാരണം എല്ലാവരുടെയും വായിച്ചു വരുമ്പോഴേക്കും നമ്മൾ will run out of time. There are many changes won't come our education because rules, project, assignment, homework, etc. That's not really clear. Current educational system and education system is not sufficient for future of students because it fully depends on textbooks and no other activities are included in the educational system. But we should improve the system like how other countries are doing, like giving practical experience to students how to face challenges. Okay, anyway, it was very good. I enjoyed it. I agree with the topic because the traditional educational system depends only on text content and syllabus, which is insufficient for practical knowledge. Okay, very good. In future, more chance in robotic world in future. Someone conveyed on, but sentence is not correct. Rehan adonu correct idaikku ട്ടോ. In future, there are more chances. Robotic world എന്നതിൽ there is a confusion. Ambiguous ആണ്. Clear ആക്കണേ sentence. Today's education is only for knowledge, but we should also teach how to live in our daily life. Okay, we want to use our facilities more efficiently. Okay. Fine with structured debate. It was a very good session. Okay, everyone deserves a clap. It was nice. Okay. Education is not only for marks, just learn the society. Okay. I'm interested to read. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വായിച്ചു പോകുന്നത്. പക്ഷേ we have to consider. Next is a complex conversation, which is read the statement. Your roommate has misunderstood you for taking her stuff without permission. How would you clear it? നിങ്ങളുടെ റൂംമേറ്റിന്റെ എന്തെങ്കിലും ഒരു സാധനം അത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടു, മേ ബി നിങ്ങളൊരു എമർജൻസി സിറ്റുവേഷൻ കാരണം എടുത്തതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ടിന്റെ എന്തെങ്കിലും ഒരു മെഡിക്കൽ സാധനം, മരുന്നാവാം, എന്തെങ്കിലും ആവാം, എടുത്തപ്പോ മേ ബി വേറെ എന്തെങ്കിലും സാധനം കൈതട്ടി പോയിട്ടുണ്ടാവാം. എന്തെങ്കിലോ നിങ്ങൾ എമർജൻസി സിറ്റുവേഷൻ കാരണം എടുത്തതായിരിക്കാം. മേ ബി നിങ്ങളായിരിക്കില്ല, നിങ്ങളും ഇല്ലാത്ത സമയത്ത് വേറെ ആരോ വന്ന് എടുത്തതായിരിക്കാം. പക്ഷെ എന്താണ്, നിങ്ങളുടെ റൂംമേറ്റ് നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാണ് ദാറ്റ് യു ഹാവ് ടേക്കൺ ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങളാണ് അത് നശിപ്പിച്ചത് എന്ന്. സോ ഹൗ വുഡ് യു ക്ലിയർ ഇറ്റ്? ഓക്കെ, എന്താണ് എടുത്തത് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നത് യു കെൻ ക്രിയേറ്റ് യുവർ സെൽഫ്. Your roommate has misunderstood you for taking her stuff without permission. How would you clear it? Okay, question clear ആയില്ലേ? ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കോംപ്ലക്സ് കോൺവെർസേഷൻ, അതായത് നമ്മൾ നോർമലി ഞാൻ വന്നോട്ടെ പോയിക്കോട്ടെ അത് തരുമോ എന്നതിനേക്കാൾ ഇവിടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ റൂംമേറ്റ് നിങ്ങൾ അവരുടെ എന്തോ ഒരു സാധനം എടുത്തു എന്ന് തെറ്റിദ്ധരിച്ചേക്കാണ്. അവരുടെ എന്തോ സാധനം എടുത്തു അല്ലെങ്കിൽ അവരുടെ എന്തോ സാധനം നശിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിച്ചേക്കാണ്. ആക്ച്വലി അത് നിങ്ങളല്ല ചെയ്തത്. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ചിലപ്പോൾ മറ്റാരോ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ വളരെ എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്തതായിരിക്കാം. സോ നിങ്ങൾ അത് റൂംമേറ്റിന്റെ അടുത്ത് നിങ്ങൾ അത് എങ്ങനെ ക്ലിയർ ചെയ്യും, ഇന്ന സിറ്റുവേഷൻ കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത്. അനു വാസുദേവൻ ഹാസ് ആൻസർഡ്. ആൻഡ് നിങ്ങൾ എനിക്കിവിടെ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കറക്റ്റ് സെന്റൻസുകളാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ടെക്സ്റ്റ് ലാംഗ്വേജ് അല്ല, കറക്റ്റ് കറക്റ്റ് സ്പെല്ലിങ്സ് ആണ്. സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ആ സ്പെല്ലിങ്സ് അറിയാണ്ടല്ല എന്ന് എനിക്കറിയാം. ബട്ട് നമ്മളിവിടെ ഒരു ഫോർമാലിറ്റി കീപ്പ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അഗ്രി. ബിക്കോസ് കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഡിബേറ്റിന്റെ ആണല്ലോ വന്നിരിക്കുന്നത്. ഡിബേറ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു, നോട്ട് ഇൻ ടു ഇറ്റ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നിങ്ങളുടെ റൂംമേറ്റ് നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തിന്? നിങ്ങൾ അവരുടെ എന്തോ സാധനം അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുത്തു എന്ന് അവർ തെറ്റിദ്ധരിച്ചേക്കാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ അത്യാവശ്യം വന്നൊരു ഘട്ടത്തിൽ എടുത്തതാവാം. സോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ റൂംമേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഈ തെറ്റിദ്ധരിച്ച ആളെ എങ്ങനെയാണ് അത് തെറ്റിദ്ധാരണ മാറ്റം എങ്ങനെയാണ്? ഐ എം സോറി ഫോർ യുവർ മിസ്അണ്ടർസ്റ്റാൻഡ്. നോ, തെറ്റിദ്ധാരണക്ക് നമ്മൾ സോറി പറയില്ല, അങ്ങനെയല്ല പറയാൻ. മറിച്ച് there is some misunderstanding between us, let me clarify it എന്ന് പറയും. I am sorry for your misunderstanding എന്ന് പറയില്ല. You can tell I am sorry for the inconvenience. അങ്ങനെ പറയാം. ഓക്കെ, ഇൻകൺവീനിയൻസ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിൽ സോറി പറയാം. I am sorry for your misunderstand എന്ന് പറയില്ല. That broken lipstick is not my fault. That broken lipstick is not my fault. ഗ്രാമർ കംപ്ലീറ്റ്ലി തെറ്റാണ്. നമുക്ക് ദാറ്റിന് ശേഷം അപ്പോസ്ട്രോഫി എസിന്റെ ആവശ്യമില്ല. ബ്രോക്കൺ ലിപ്സ്റ്റിക് എന്ന് പറയില്ല. ബ്രോക്കൺ ലിപ്സ്റ്റിക് എന്ന് പറയും, ബട്ട് ഇവിടെ യൂസേജ് അതല്ല.
The lipstick was not broken by me. When I came after my class, it was already on the floor. അത് പൊട്ടിച്ചത് ഞാനല്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അത് തറയിൽ കിടക്കുകയായിരുന്നു. Okay? The lipstick was already on the floor when I came back. Next is dear. Please keep calm and listen to me. So keep calm, Allah. Please be calm and listen to me. Unfortunately, my Google Pay was stopped working. What stopped working in the Nekal was not working in the Parnamadi. So I need to pay the money. So I wanted to. Past tense. So I wanted to pay the money. I have cash in my bank account, but as liquid money. That's why I took money from wallet. So what you should say, other grammar mistakes on. I had cash in my bank account, but I did not have liquid money with me. That's why I took money from wallet. Okay? Our shifa convey cheyan uddeshichathu eniki kittittunde, but slight mistakes ഞാൻ note down ചെയ്തിട്ടുണ്ട്. So ഒന്ന് correct ചെയ്ത് അയക്കാൻ നോക്കൂ ട്ടോ. I hope it's clear. I'm sorry this has happened. Very good. അതൊരു നല്ല start ആണ്. I'm sorry that this has happened. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നതിൽ ഖേദിക്കുന്നു. That's a good start. Very good. But I am not the one who has taken it. പക്ഷേ ഞാനല്ല ഇത് ചെയ്തത്. Maybe you have misplaced it somewhere. We can go look together if you want. I will ask my friends too if they have taken it mistakenly. Okay, mistakenly എന്നല്ല by mistake. If they have taken by mistake എന്നാണ് ട്ടോ. Mistakenly എന്ന് നമ്മൾ അങ്ങനെ ഒരു യൂസേജ് ഇല്ല. Okay, so very good Lakshmi. That's a wait, mistakenly. Let me confirm. അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ എവിടെയോ കേട്ട പോലെ. Let me just check. Mistakenly. Yeah, mistakenly എന്ന് പറയാം. Okay, that's not wrong. Mistakenly is also correct. Yeah. Very good, Lakshmi Das. That's a very good. നല്ല clarity ഉള്ള ഒരു sentence ആണ് ട്ടോ. ലക്ഷ്മിയുടെ മെസ്സേജ് ഒന്ന് എല്ലാവരും നോക്കേ. That's very good. Firstly, I apologize for the mistake. Happens from my side. Happens അല്ല happened. Already കഴിഞ്ഞു. അപ്പൊ happened. I am take this for very crucial situation. I am take this അല്ല I took this. നമ്മൾ past tense ഇത് നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ എല്ലാവരും tense ഒക്കെ മറന്നു പോയോ? I took this a crucial situation എന്നല്ല, an emergency situation എന്ന് പറഞ്ഞാൽ it would be better. You have misunderstood me for taking your thing, but actually it might have done by somebody else. Please give me a minute to clarify my side. I hope you will give me a chance. നമ്മുടെ റൂംമേറ്റിന്റെ അടുത്തല്ലേ ഇത്രയും ഫോർമൽ ആവേണ്ട ആവശ്യമില്ല, but still Madhu, it's a good try. I apologize for taking without your permission, but let me clarify. Okay, you can start that way. It's good. Did you use my charger today? No, I didn't use it. My charger is in the socket. Why? My charger is broken. Who else will break it other than you? My dear, you have completely misunderstood me. Let me make it clear that I used only my charger and I went out today for 3 hours and I came back now only. This was done by some other. Very good. That's a very good one. Detailed, Anna. My apologies for what happened to you. I didn't crack your perfume in the venda. I didn't crack your perfume in the madi top. Karnam did not. Already out of did. Do in the past and it did. I would already passed വന്നിട്ടുണ്ട്. So did not വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് first form of verb ആണ് യൂസ് ചെയ്യുക. So it's cracked വേണ്ട. I did crack your perfume. Very good, Sneha. That's good, right? I apologize for the situation. Let me explain the situation in detail. Okay, I'm very happy with all your sentences. Okay, I'm very happy in the കൂടുതൽ participation. I'm really happy for that. ഇത്രയും ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല participation ഇന്നിട്ട്. Again, a good applause for you all. പക്ഷെ നമുക്ക് almost 9 ആയി and we need to wind up. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും വായിക്കുന്നില്ല. But I'm scrolling through. Okay. ആരുടെയും ഞാൻ കാണാണ്ട് പോകുന്നില്ല. Rehana's message, Anup Vasudevan, എല്ലാവരുടെ മെസ്സേജും കാണുന്നുണ്ട്. Maria, Shabrinath, Swadish, Abhinav, Hafiz Ali, number ഉണ്ട് Sajo. Okay, and I'm happy that you all have messaged. You all have replied. Okay, very good. നല്ല improvement ഉണ്ട് എല്ലാവർക്കും. Next is നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. That is നമ്മുടെ ഈ ഇംഗ്ലീഷ് പഠനത്തിന്റെ ജേർണിയിൽ, ഇംഗ്ലീഷ് ലേണിംഗ് ജേർണിയിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന പോയിന്റ് എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒരേ ലെവലിലുള്ളവരല്ല. ഐ എം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ചിലർക്ക് ഇപ്പോഴും റീഡിംഗ് ഇംപ്രൂവ് ചെയ്യാനുണ്ട്, പ്രൊനൗൺസിയേഷൻ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. എല്ലാവരും ഡിഫറെന്റ് സ്റ്റേജസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സോ ദ ബെസ്റ്റ് തിങ് ഇസ് ടു റിഫ്ലക്ട് യുവർ സെൽഫ്.
നമ്മൾ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് ഒരു നിയർലി അറൌണ്ട് 200 ആൾക്കാരാണ് ഉണ്ടാവാറ്. ഇന്ന് കുറവാണ്. ഈ 200 ആൾക്കാരെയും നിങ്ങളുടെ മെന്റേഴ്സ് ഇരുന്ന് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യുക. ദ ബെസ്റ്റ് മെത്തേഡ് ഇസ് സെൽഫ് റിഫ്ലക്ഷൻ. വാട്ട് ഇസ് സെൽഫ് റിഫ്ലക്ഷൻ? നിങ്ങളെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യുക. ലുക്ക് അറ്റ് യുവർ സെൽഫ്, റിഫ്ലക്ട് യുവർ സെൽഫ്. So self-reflection is a powerful tool that can help us become more self-aware and gain a deeper understanding of ourselves. നമ്മളെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, കൂടുതൽ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്. സെക്കൻഡ് തിങ് ഇസ് ടേക്കിംഗ് ടൈം ടു റിഫ്ലക്ട് ഓൺ അവർ എക്സ്പീരിയൻസ്, തോട്ട്സ് ആൻഡ് ഇമോഷൻസ് can help us identify behaviors holding us back from achieving goals. നിങ്ങളുടെ എക്സ്പീരിയൻസ് റിഫ്ലക്ട് ചെയ്ത് നിങ്ങളുടെ ചിന്തകൾ എന്താണ്, തോട്ട്സ് എന്ന് പറഞ്ഞാൽ ചിന്തയാണ്, ഇമോഷൻസ് വികാരങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന എലമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. തേർഡ് വൺ ഇസ് റെഗുലർ സെൽഫ് റിഫ്ലക്ഷൻ can also help us develop greater empathy and understanding for others as we become more aware of our own biases and assumptions. ഓക്കെ, അത് തേർഡ് പോയിന്റ് വളരെ നല്ലൊരു പോയിന്റ് ആണ്. നമ്മൾ കൂടുതൽ സെൽഫ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാ? നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, ഓ എനിക്കന്ന് അങ്ങനെ പറ്റിയിരുന്നില്ലേ, ചിലപ്പോൾ അവർക്കും അതേപോലെ തന്നെ പറ്റിപ്പോയതായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയ ഒരു സിമിലർ മിസ്റ്റേക്ക് വേറൊരാൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മളുടെ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറ്റയാളെ കളിയാക്കും. പക്ഷെ നമ്മൾക്ക് നമ്മളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് മറ്റുള്ളവരെയും കൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഊഹാപോഹങ്ങൾ വെച്ച് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യില്ല. നെക്സ്റ്റ് ഇസ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ. ഈ സെൽഫ് റിഫ്ലക്ഷൻ എന്ന ഒരു സംഭവത്തെ മോസ്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഓപ്പൺ ആൻഡ് നോൺ ജഡ്ജ്മെന്റ്. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ്, പക്ഷെ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇനി വേറെ കോഴ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല, എന്റെ ഇംഗ്ലീഷ് സെറ്റ് ആണ് എന്നൊരു മൈൻഡ് സെറ്റിൽ ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇംപ്രൂവ് ചെയ്യില്ല. കാരണം എന്താണ്? എനിക്കൊരു കുറവുള്ളത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ കുറവിനെ കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു കുറവ് ഉണ്ടായിട്ടോ ഒരു കുറവിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ കനോട്ട് വർക്ക് ഓൺ ഇറ്റ്. സോ ഒരു നോൺ ജഡ്ജ്മെന്റ്, നിങ്ങളുടെ സ്ട്രെങ്തിനെയും നിങ്ങളുടെ വീക്ക്നെസ്സിനെയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അത് അറിയില്ല. അസംഷൻ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. ഓക്കെ, ഊഹിക്കുക. നമ്മൾ ആദ്യമേ ഇങ്ങനെ ഊഹിച്ചു വെച്ചിട്ടുണ്ടാവും അവരങ്ങനെയായിരിക്കും. സോ നമ്മളെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളുടെ ഊഹാപോഹങ്ങളൊക്കെ ഊഹങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം കൂടെ നമുക്ക് വെക്കും. Then last point is ഈ ഒരു സെൽഫ് റിഫ്ലക്ഷന് യൂസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്സ്. എങ്ങനെയാണ് നമ്മൾ സെൽഫ് റിഫ്ലക്ട് ചെയ്യുക? വൺ ഇസ് മിറർ ടോക്കിംഗ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. നെക്സ്റ്റ് ഇസ് ജേർണലിംഗ്. എങ്ങനെ ജേർണൽ ചെയ്യണം, ജേർണലിംഗ് എന്താണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞതാണ്. മെഡിറ്റേഷൻ. ഓക്കെ, മെഡിറ്റേഷൻ എന്താണ്? പല രീതിയിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷൻ ഷുഡ് ബി ഇൻ എ കാം ക്വയറ്റ് പ്ലേസ്. കൂടുതൽ നേരം നിങ്ങളുമായി തന്നെ കണക്ട് ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, വാട്ട് ഡു യു വാണ്ട്, വാട്ട് ഇസ് യുവർ നീഡ് എന്നുള്ളത് മനസ്സിലാവും. ഫൈനൽ വൺ ഇസ് സീക്കിംഗ് ഫീഡ്ബാക്ക് ഫ്രം ട്രസ്റ്റഡ് ഫ്രണ്ട്സ് ഓർ കൊലീഗ്സ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള, നിങ്ങളോട് സത്യം പറയും എന്ന് ഉറപ്പുള്ള ഒരു ഫ്രണ്ട്സോ ഫാമിലിയോ കൊലീഗ്സിന്റെ അടുത്തും നിങ്ങളെ കുറിച്ച് ചോദിക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഇങ്ങനെ ആവരുത്, ഒരാൾ പറയാണ് ഇംഗ്ലീഷ് അത്ര റെഡി ആയിട്ടില്ല എന്ന് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഇനി അവന്റെ അടുത്ത് ചോദിക്കേണ്ട, അവൻ കുറ്റം പറഞ്ഞു. ദാറ്റ്സ് നോട്ട് ദ വേ. You should be open to criticism. Okay, so അതൊക്കെയാണ് കാര്യങ്ങള്. ഇത് ഞാൻ മുമ്പത്തെ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പ്രീവിയസ് സെഷനിൽ ഇതേ സ്ലൈഡ് ഡിസ്കസ് ചെയ്താണ്. ദാറ്റ് ഈ ഒരു ഇപി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിനോട് എക്സ്പോസ്ഡ് ആവണം. യു ഷുഡ് ബി എക്സ്പോസ്ഡ് ടു ഇംഗ്ലീഷ് എവറി ഡേ. ഇറ്റ്സ് സംതിങ് വി ആർ ലേണിംഗ് ന്യൂ. നമ്മൾ പുതുതായിട്ടൊരു സാധനം പഠിക്കുകയാണ്. സോ യു നീഡ് ടു ഗെറ്റ് എക്സ്പോസ്ഡ് ടു ഇറ്റ്. സോ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ സെൽഫായിട്ട് എക്സ്പോഷർ കൊടുക്കാൻ പറ്റുക? വൺ ഇസ് വാച്ച് മൂവീസ് ഇൻ ഇംഗ്ലീഷ്. മൂവീസ് ആവാം, വെബ് സീരീസ് ആവാം, ഷോർട്ട് വീഡിയോസ് ആവാം, ഇംഗ്ലീഷിൽ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാണുക. ഇമേഴ്സ് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ്. അതായത് സിനിമയൊന്നും കാണാൻ താല്പര്യമില്ലാത്ത, അങ്ങനെ ഒരു എന്റർടൈൻ ചെയ്ത് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സമയമില്ലാത്ത ഒരു ന്യൂസ് കാണുക. അൽ ജസീറ, BBC, ഓക്കെ, ഇനി യു ക്യാൻ NDTV, ഏതോ ആവാം, ഇന്ത്യൻ ബേസ്ഡ് ആവാം, ബട്ട് ഐ പ്രിഫർ ഇന്റർനാഷണൽ ചാനൽസ്. സ്റ്റാർട്ട് എ വൊക്കാബുലറി ബുക്ക് ഓഫ് യൂസ്ഫുൾ വേർഡ്സ്. നമ്മൾ മുമ്പത്തെ സെഷനിൽ പറഞ്ഞിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്വന്തമായിട്ട് വൊക്കാബുലറി ബുക്ക് സ്റ്റാർട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ട് ഒരു മിനി ഡിക്ഷണറി. നമ്മൾ ഡെയിലി
പുതുതായിട്ട് കാണുന്ന വേർഡ്സ് എഴുതുക, അതിന്റെ മീനിങ്സ് എഴുതുക, സിനോണിംസ് എഴുതുക, ആന്റോണിംസ് എഴുതുക. Wow, very good. So much happy to see this. Very good. Okay. Not as a note, but I have done it. Okay, even you can store it in your phone, but I prefer a small book because നിങ്ങൾ ആ പേജ് മറിക്കുമ്പോൾ അത് കാണും. ഫോണിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും. Okay, it's your preference. Do which is more comfortable for you. ഓക്കെ, മിനി ഡിക്ഷണറി നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മിനി ഡിക്ഷണറി നമ്മൾ ഉണ്ടാക്കുന്നതും ഡിഫറെന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ എഴുതി വെക്കുന്നതും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതും ഡിഫറെന്റ് ആണ്. ദെൻ ഹാവ് കൺവെർസേഷൻസ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് ക്യാൻ ബി മിറർ ടോക്കിംഗ് ഇൻ ഫോൺ, ഇൻ എ ടെക്സ്റ്റ്, ഇങ്ങനെയും ആവാം. ദെൻ ദ ഫൈനൽ തിങ് ഇസ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ദെൻ ഫൈനൽ വൺ ഇസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഹാവ് ഫൺ വൈൽ യു ലേൺ. നമ്മൾ ഈ ടങ് ട്വിസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ എന്തെങ്കിലും ക്വിസുകളോ ഒക്കെ ഒരു ഫൺ എലമെന്റ് നമ്മളുടെ പഠനത്തിന് ഭയങ്കര ഡ്രൈ ആക്കരുത്. Make it interactive. Okay, ഒരാള് ആരെങ്കിലും ഫീഡ്ബാക്ക് പറയണം. ദാറ്റ് ഇസ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഫീഡ്ബാക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നവർക്ക് ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി ജെനുവിൻ. കുറ്റങ്ങൾ പറയാം, നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ പറയാം, എന്റെ ക്ലാസ്സിലുള്ള പ്രശ്നങ്ങൾ പറയാം, അപാകതകൾ പറയാം. ഓപ്പൺ ടു എനിത്തിങ്. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ആരാണ് പറയാ? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഒരു 2 മിനിറ്റിൽ ഫീഡ്ബാക്ക്. ഇവിടെ ആരെങ്കിലും ഫസ്റ്റ് സെഷൻ ലൈക് സെഷൻ 1 മുതൽ ഈ സെഷൻ 20 വരെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കണ്ട് കംപ്ലീറ്റ് സെഷൻ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? Is there anyone, even a single person who attended every session? ഒന്നോ രണ്ടോ സെഷൻ മിസ് ചെയ്താലും കുഴപ്പമില്ല, എന്നാൽ ഓൾമോസ്റ്റ് ഇപ്പൊ 20 സെഷനിൽ 15 സെഷൻസ് എങ്കിലും അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? Is there anyone? Okay, Shahna Shukpur, can you please? Hi, good evening, Shahna. Good evening, ma'am. So quick ആയിട്ടൊരു ഫീഡ്ബാക്ക് തരൂ. If you can tell it in English, I'll be happy, or also I'll be happy, but a genuine piece. പ്രശ്നങ്ങൾ പറയാം, സജഷൻസ് പറയാം, ഫീഡ്ബാക്ക് പറയാം, എന്തും. ആൻഡ് ബാക്കിയുള്ളവർ ടെക്സ്റ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. ജെന്യൂൻ ആയിട്ട് ഉള്ള ഫീഡ്ബാക്സ് ടെക്സ്റ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ആൻഡ് ഷഹ്ന, പ്ലീസ് പ്രസന്റ് ഇറ്റ് ഹിയർ. Firstly, I thank you. I tell to thank you very much. You do the video as a what to say. You give more confidence to speak. Do you remember or not? One day you give me a chance to speak. That time I'm totally blank. I can't even speak. I can't talk even a single word. What's happened to me? That's but now I want to talk more. You were not confident, but today you are confident enough to speak, isn't it? Yes, ma'am. Very good. That is the most valuable to me. Okay. I know I can. I'm work as a coordinator in NBFC bank. Okay, very good. I write mails. I speak. I communicate my subordinates with the English, but I can speak or I can respond to a stranger. Okay. There is I feel there is a barrier between a stranger and me. Okay. But now I attend almost your EEP sections. Almost is there any suggestions that we need to make change, like EEP ingane avanam, should be changed? I want to content section korchit nammada interact we need to more interaction sections. You want even more interactive sessions? Interaction section മറ്റുള്ളവർക്ക് ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു സ്പേസ്. We'll look into it. കാരണം നമ്മളുടെ 1 hour we are around 100 students. So അതിന്റെ ഒരു ഇതാണ്. ആൻഡ് ലാസ്റ്റ് വീക്ക് നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നും മിസ് ചെയ്തിട്ടില്ല കേട്ടോ. ദാറ്റ് ഇസ് വേർഡ് ഓഫ് ദ ഡേ, വീഡിയോ പ്രസന്റേഷൻ ഒന്നും മറന്നിട്ടില്ല. ബട്ട് ഈ PPT ഞാൻ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്തതായിരുന്നു. സോ ഐ തോട്ട് ഫ്രം വീക്ക് 21, അതായത് 21st ലൈവ് സെഷൻസ് മുതൽ വിൽ ഹാവ് എ വേർഡ് ഓഫ് ദ ഡേ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത് ഞാൻ കൺസിഡർ ചെയ്യാത്തതല്ല. ആൻഡ് താങ്ക് യു ഷഹ്ന സോ മച്ച് ഫോർ ദിസ് ഫീഡ്ബാക്ക്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഇൻ ചാറ്റ്. Okay, thank you so much. And
ഷെഹ്ന സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഐ എം പ്രിറ്റി ഷുവർ. ദ മെസ്സേജ് ഇസ് വെരി വെൽ കൺവേഡ്. ബട്ട് എന്താണ് അപ്പോഴും ചെറിയ ഇപ്പൊ വിത്തിന് പകരം ഇൻ അങ്ങനെ കുറച്ച് അസോസിയേഷൻ പ്രശ്നങ്ങളും ചെറിയ ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ട്. ഓക്കെ, സോ ബട്ട് നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് റിഫ്ലക്ഷൻ. Shehna was a person who was not confident, but she is today here who was able to speak this much in front of these many people. Okay, so day by day improve cheyiga. Shehna has got a good vocabulary. Nalla vocabulary ഉണ്ട്. Only the problem is with the structuring of sentence. So adonu improve cheya ട്ടോ. Class are great because learning is okay. Thank you. Good. Learning is a continuous process, so it is very much like a train running through different friends. I'm happy to thank you for your guidance and persuasion to continue the search for knowledge. Thank you. Thank you. As my mate suggested, thank you. Everyone will make 5 minutes of video in English. Okay. EP class is something I look forward to every week. Tuesdays are bright now. Thank you, Swapna. Started with the boring fees. Okay. Happy to see all. And ipo idin njan ingane choichitilla ennendengilu. Thank you for your sessions with friendly. I don't have words to explain. Okay, thank you so much. Thank you all. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻസോ സജഷൻസോ ഫീഡ്ബാക്സോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എവറി സെഷൻ ഇസ് ഓപ്പൺ ഫോർ ദിസ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ് ഫോർ ടുഡേ. നമ്മൾ ഇതുവരെ പഠിച്ചതിന് എല്ലാത്തിനെയും നമ്മളൊന്ന് കൺസോളിഡേറ്റ് ചെയ്യും. ഒരു സമ്മറി പോലെ നമ്മൾ വീക്ക് 20 വരെ എന്ത് പഠിച്ചു എന്നുള്ളതിനെ നമ്മളൊന്ന് കൺസോളിഡേറ്റ് ചെയ്യും. We'll do some kind of group activities that ഇപ്പോ നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാവരും ഡിഫറെന്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. സോ ഓരോരുത്തർക്കും പേഴ്സണൽ ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നമ്മൾ നോക്കും. ദെൻ അഗെയിൻ ഒരു ഫീഡ്ബാക്ക് സെഷൻ പോലെ. ആൻഡ് നിങ്ങൾ ഈ ഒരു ലേണിംഗ് ജേർണിയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ബുദ്ധിമുട്ടുകൾ എന്താണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിനെ കവർ അപ്പ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ആർ ഡൺ ഫോർ ടുഡേ. ഓക്കെ, താങ്ക് യു ഓൾ. See you all next week.